എന്റെ കൈ പുള്ളി. നല്ല പുള്ളിയല്ലോ. 4 വിരലും പുള്ളി. വീട്ടിൽ കടു വറുക്കാൻ വേണ്ടിട്ടേ ചീനച്ചട്ടി ഓണാക്കിയിട്ട് ഞാൻ ഉള്ളി മൂക്കിട്ടെന്ന് കരുതിയിട്ട് ഇവിടെ സിമ്മാക്കി വെച്ചിട്ട് തുണി വിരിക്കാൻ വേണ്ടി പോയി. തുണി വിരിച്ചിട്ട് അവിടെ എന്തോന്നും ആലോചിച്ച് ഞാൻ നിന്നു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് വല്ലാത്തൊരു മണം. ഓടി വന്ന് നോക്കുമ്പോ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ. ഞാൻ അത് ഓർക്കാതെ കയറി ഇതിന്റെ പിടിയിലങ്ങ് പിടിച്ച് ഈ 2 സൈഡും പുള്ളി കിടക്കായിരുന്നു, ചൂടായി കിടക്കായിരുന്നു. പിടിച്ചത് പുള്ളി പോയി. അല്ലെങ്കിൽ പണ്ടേ ഉള്ള സ്വഭാവമാണല്ലോ, എന്തെങ്കിലും അടുപ്പിലെടുത്ത് വെച്ചിട്ട് അവിടെ എവിടെങ്കിലും പോയി ആലോചിച്ചോണ്ടിരിക്കും. കൈ പൊള്ളിന്ന്. കൈ പൊള്ളിയോ അമ്മയുടെ? അതീ കയറി പിടിച്ച് ചൂടായിട്ടിരിക്കുന്നു. അമ്മ രാവിലെ തന്നെ കൈ പൊള്ളണുണ്ടല്ലോ, ലക്ഷണം കേട്ടോ. ആര് പറഞ്ഞു? പണ്ട് ആരോഗ്യം പറഞ്ഞിട്ടുണ്ട്. അയ്യോ എന്റെ കൈ. എന്തെങ്കിലും പേസ്റ്റ് എന്തെങ്കിലും എടുത്തിടമ്മ. അയ്യോ തൊടല്ലേ. അതെ, എനിക്ക് ചായ വേണം. വേണ്ട, ഇട്ട് വെച്ച് എടുത്ത് കൂട്ടിയിട്ട് നല്ല കപ്പിരിക്കണം അവിടെ നിന്ന്. ഏടടിയേ കഴിവട്ടെ. എടാ നോക്കണമ്മ, പേസ്റ്റ് ഇട്ടോടി. പേസ്റ്റ് ഒന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതാണ് മാത്രമല്ല അത് എടുക്കുവാണെങ്കിൽ ഞാൻ അങ്ങ് അറ്റം വരെ പോണേ. അയ്യോ എനിക്ക് നീ കുറച്ച് എണ്ണ ഇട്ടോ. ആക്ച്വലി ഏത് കൈയാണ് പൊള്ളി? കണ്ടിട്ട് മനസ്സിലാവണില്ല. ഇടി ഈ 2 വിരലും ഈ 2 വിരലും ഈ വിരല് മൈക്രോസ്കോപ്പ് ഇട്ട് നോക്കണം കേട്ടോ. നിനക്കൊക്കെ പൊള്ളുമ്പോ അനുഭവിക്കും. ഉള്ളുന്നാണ് വേദന. പതുക്കെ എനിക്കതിട്ടോ. കൈ ഇടാതെ എടുക്കും. അമ്മ മധുരം ഇല്ലല്ലോ. മധുരവും ഇല്ല, ചൂടും ഇല്ല. നിനക്കല്ലേ മധുരം വേണ്ടാന്ന് പറഞ്ഞാൽ നീ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നീ ഡയറ്റ് ആയതുകൊണ്ട് മധുരം വേണ്ടെന്ന് ഞാൻ മധുരം ഇടാന്ന് വെച്ച് ആവശ്യമുള്ളതനുസരിച്ച് ഇട്ട് കുടിക്കട്ടെ. ചൂടില്ലല്ലോ അമ്മ ഇതില്. ചൂടൊന്നും ഇല്ലേ? ചായ ക്യാൻസൽ, എനിക്ക് ചായ വേണ്ട. പിന്നെ എന്തോന്ന് ഇന്നലത്തെ ചപ്പാത്തി ബാക്കിയിരിപ്പുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തി വേണ്ടെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കി തരാം. കറിയാ? കറി ഉരുളക്കിഴങ്ങ് കറി ഒന്ന് റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അത് കടു വറുത്തത്. ഒന്നും കൂടെ ആക്കി തരാം. ഗ്യാസ് അമ്മ എനിക്ക് പറ്റൂല. ഈ ഉമ്മാര് ഉടായ്പ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. നീ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഉപയോഗിക്കണ വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കല്ലേ. ഉടായ്പ് എന്തോന്നിത്? അമ്മ അടുത്ത് ഇങ്ങനെയാണ് സംസാരിക്കണേ. ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ നല്ല ചായ കിട്ടുമെന്ന് വിചാരിച്ചാ അതും കിട്ടിയില്ല. മണി ആ ചായ ഇട് മണി. ആ നല്ല തണുത്ത വെള്ളം എടുത്ത് കൂടി. അതിന് ഇതിനെയും കാട്ടി അതാ നല്ലത്. തണുത്ത വെള്ളം? ആ ചൂടും ഇല്ല മധുരവും ഇല്ല അച്ഛാ. അതെന്താ അറിയോ? ഇവക്ക് മധുരം വേണ്ടല്ലോ എന്ന് കരുതിട്ട് ഞാൻ മധുരം ഇടാതെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ച് അപ്പൊ അവർക്ക് അത് ഇട്ട് കുടിക്കാനുള്ള മടിയിൽ കുറ്റം പറയണതാണ്. വേറെ ഒന്നുമില്ല. ഇതിനെയും കാട്ടി നല്ലത് ഇനി കടയിൽ പോയി കുടിക്കണയാണ്. ആ അത് ശരിയാണ് ചേച്ചി. ഓ അമ്മ കടയിൽ പോയി നല്ല ചൂട് ദോശ, അതിന്റെ പുറത്തൂടെ ചൂട് ചമ്മന്തി, കുറച്ച് സാമ്പാർ വേണമെങ്കിൽ, ഒരു പപ്പടം, നല്ല രസവടം. സൂപ്പറായിരിക്കും. ഒരു കാര്യം ചെയ്യും, ചേച്ചി അനിയത്തി കൂടെ രാവിലെ കടയിൽ പോകും. നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോകും. നല്ലതായിരിക്കും. അമ്മയ്ക്ക് പരിപ്പടം വേണം. അതാ കാരാവട വേണോ? കാരാവട. ആ കാരാവട. ആ സ്റ്റോറി അമ്മയോടെ പറഞ്ഞാ നീ വാടി. ആരടി മണി പണ്ടേ കാരാവട നമ്മുടെ മരുതൻകുഴി ജംഗ്ഷനിലെ സുഗുണ്ണന്റെ കടയിലെ കാരാവട. ഓ കറുമുറാന്നിങ്ങനെ കടിച്ചതിന് അതാണ് കാരാവട. ഇപ്പോഴത്തെ കാരാവട വല്ലതും ഉണ്ട്? എവിടെയെങ്കിലും വാങ്ങിച്ചോണ്ട് വരുമോ? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.